യൂണിവേഴ്സിറ്റിയിലെ പഴയ സിലബസ് അതിൽ ഒരു ഇംഗ്ലീഷ് കോമൺ പേപ്പറാണ് സ്പിരിറ്റ് ഓഫ് ദ റൈറ്റ്സ്. ദ സിവിലൈസ്ഡ് ബാർബേറിയൻ റീഡർ എന്നത് അതിലെ സോൾബെല്ലോ എന്ന ലേഖകന്റെ ഒരു ആർട്ടിക്കിളാണ്. സോൾബെല്ലോ എന്നത് അമേരിക്കൻ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഹി വാസ് എ ഫേമസ് അമേരിക്കൻ നോവലിസ്റ്റ് ഓഫ് ദ മോഡേൺ ടൈംസ്. ഇനി 1915 അദ്ദേഹം ജനിച്ചത്. 2005 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ഇനി he was born of Jewish parents in Canada in 1915. 1915 യഹൂദ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചു കാനഡയിൽ. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് പറയുന്നു: ഡാംഗ്ലിംഗ് മാൻ, അഡ്വഞ്ചേഴ്സ് ഓഫ് ആഗി മാർച്ച്, ഹെർസോഗ്, ഹംബോൾട്ട്സ് ഗിഫ്റ്റ് എന്നിവയാണ്. ഹിസ് ഗ്രേറ്റ് ജൂഷ് അമേരിക്കൻ റൈറ്റർ വാസ് അവാർഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1976. നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരനാണ്. സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് പോലും. The prescribed essay is taken from his introduction to the book The Closing of the American Mind by Alan Bloom. ഇനി നമ്മുടെ പഠിക്കാനുള്ള എസ്സേ എടുത്തിരിക്കുന്നത് അമേരിക്കൻ മനസ്സിന്റെ ക്ലോസിംഗ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ്. ഇൻ ദിസ് തോട്ട്, ഇതൊരു എസ്സേ ആണ്. ഇൻ ദിസ് തോട്ട് പ്രൊവോക്കിംഗ് എസ്സേ, ഇതൊരു ചിന്തോദ്ദീപകമായ എസ്സേ ആണ്. ആരെയും ആലോചിപ്പിച്ചു പോകുന്ന ഒരു എസ്സേ ആണ്. ഇതില് Bello tells us how he resisted the influence of his surroundings and he became an independent writer. തൻ്റെ ചുറ്റുപാടുകളുടെ സ്വാധീനങ്ങളോടൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഒരു സ്വതന്ത്ര എഴുത്തുകാരനായി താൻ മാറി എന്നതിനെ കുറിച്ചാണ് ഈ തോട്ട് പ്രൊവോക്കിംഗ് എസ്സേയിൽ അദ്ദേഹം പറയുന്നത്. ചിന്തോദ്ദീപകമായ ഈ എസ്സേയിൽ അദ്ദേഹം പറയുന്നത്. ഇൻ ദി എസ്സേ ഹി സ്പീക്സ് അബൌട്ട് ഹിസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എസ്സേയിൽ തൻ്റെ താല്പര്യങ്ങളെയും താല്പര്യക്കുറവുകളെയും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഹിസ് ഓൺ വർക്ക്സ് ആൻഡ് സം ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി ഇഷ്യൂസ്. തൻ്റെ തന്നെ കുറേ രചനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ അല്ലെങ്കിൽ സാഹിത്യപരമായ പ്രശ്നങ്ങളെയും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ ഓഫേഴ്സ് ഹിസ് ഓൺ ഫോർമുല ഫോർ റിമൈനിങ് സെയിൻ ഇൻ ദിസ് ഇൻസെയിൻ വേൾഡ്. ഈ ഭ്രാന്തമായ ലോകത്ത് സുബോധത്തോടു കൂടി ഇരിക്കുക, സെയിനായിരിക്കുക, അതിന് ഒരു സൂത്രവാക്യം എന്താണ് എന്ന് പോലും അദ്ദേഹം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഥ അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ ആശയസംഗ്രഹം. 1915 കാനഡയിൽ ജനിച്ച് പ്രശസ്ത അമേരിക്കൻ ജൂത എഴുത്തുകാരനാണ് സോൾബെല്ലോ. അമേരിക്കൻ വംശജനുമാണ്, പകുതി ജൂത വംശജനുമാണ്. ഇനി നന്നേ ചെറുപ്പത്തിൽ അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടിയേറി പാർത്ത ബെല്ലോ തന്റെ സാഹചര്യങ്ങളോടെല്ലാം പൊരുതിയാണ് വളർന്നു വന്നത്. ശ്രദ്ധേയങ്ങളായ നിരവധി നോവലുകൾ അദ്ദേഹം 1976 അദ്ദേഹം എഴുതി. 1976 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായി മാറുകയും ചെയ്തു. അലൻ ബ്ലൂം എഴുതിയ അമേരിക്കൻ മനസ്സിന്റെ ബന്ധനം എന്ന പുസ്തകത്തിന് സോൾബെല്ലോ എഴുതിയ ആമുഖക്കുറിപ്പിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന പാഠഭാഗം. തന്റെ സാഹചര്യങ്ങളോടെല്ലാം മല്ലടിച്ച് താൻ എങ്ങനെ ഒരു സ്വതന്ത്ര എഴുത്തുകാരനായി മാറി എന്ന് നോവലിസ്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. അലൻ ബ്ലൂം എഴുതിയ അമേരിക്കൻ മനസ്സിന്റെ ബന്ധനം എന്ന ആ പുസ്തകത്തിൽ ബേസ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ഈ ലേഖനം വരുന്നത്. ആ ലേഖനത്തിന്റെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. തന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ, ഹെർസോഗ് എന്ന നോവലിന്റെ പ്രമേയം, അതുപോലെ തന്നെ ബൗദ്ധികമായ ചില സാഹിത്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറെ ചിന്തോദ്ദീപകങ്ങളായ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിൽ അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ച ഈ ലോകത്തിൽ എങ്ങനെ സ്ഥിരബുദ്ധിയോട് ജീവിക്കാം, ഹൗ ടു ലിവ് സെയിൻ ഇൻ ദിസ് ഇൻസെയിൻ വേൾഡ്. ഈ ഇൻസെയിൻ വേൾഡിൽ, ഈ ഭ്രാന്ത് പിടിച്ച ലോകത്ത് എങ്ങനെ സെയിനായിട്ട് സ്ഥിരബുദ്ധിയോടുകൂടി ഇരിക്കാം എന്നാണ് അദ്ദേഹം പറയുക. സംസ്കാര സമ്പന്നനും കിരാതനുമായ വായനക്കാരൻ, സിവിലൈസ്ഡ് ബാർബേറിയൻ റീഡർ എന്നതാണ് ഈ നമ്മുടെ ഈ ലേഖനത്തിന് പ്രത്യേകം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. അങ്ങനെയാണ്, ദ സിവിലൈസ്ഡ് ബാർബേറിയൻ റീഡർ. സോൾബെല്ലോയുടെ ദ സിവിലൈസ്ഡ് ബാർബേറിയൻ റീഡർ എന്ന ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ എസ്സേയിൽ ഈ സോൾബെല്ലോ വിശദീകരിക്കുന്നത് കുടിയേറ്റക്കാരായ യഹൂദ മാതാപിതാക്കളുടെ മകനായി അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിൽ അവരോടൊപ്പം എത്തിച്ചേർന്നപ്പോൾ സോൾബെല്ലോ എന്ന ബാലൻ തന്റെ യഹൂദ കുടുംബ പശ്ചാത്തലവും ഷിക്കാഗോ നഗരത്തിലെ സാഹചര്യങ്ങളും സ്കൂൾ വിദ്യാഭ്യാസവും ഒന്നും സ്വന്തം ജീവിതയാത്രയെ രൂപപ്പെടുത്തരുത് എന്ന് പിടിവാശിയുള്ള ആളായിരുന്നു. ചരിത്രത്തിലും സംസ്കാരത്തിലും ഒന്നും ആശ്രയിക്കാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല. സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി മാറാൻ അവൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. അതായിരുന്നു സോൾബെല്ലോ എന്ന ബാലന്റെ അല്ലെങ്കിൽ അവന്റെ ചെറുപ്പക്കാരന്റെ ചിന്താഗതി. അമേരിക്കയുടെ ഭൗതികാസക്തിയോട് മല്ലടിച്ചാണ് അവൻ വളർന്നു വന്നത്. അമേരിക്ക എന്ന് പറയുന്നത് വളരെ പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു വേൾഡാണ്. അവിടെ സാഹിത്യത്തിനോ കലയ്ക്കോ
അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയ്ക്കോ മനസ്സിനോ ആത്മാവിനോ ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടെ പണം ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ എങ്ങനെ ജീവിതം സുഖകരമാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടമാണ്. അമേരിക്കയുടെ ഭൗതികാസക്തി അഥവാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു അർജ് അതിനോട് മല്ലടിച്ചുകൊണ്ടാണ് അവൻ വളർന്നത്. മകൻ വളർന്നു വരുമ്പോൾ നല്ലൊരു ഫിഡിൽ വായനക്കാരനാകണം എന്ന് അവൻ്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ അവൻ ഒരു ആയിത്തീരുമെന്നായിരുന്നു ബെല്ലോയുടെ അമ്മ പ്രതീക്ഷിച്ചിരുന്നത്. അതല്ലെങ്കിൽ ഒരു യഹൂദ മതപണ്ഡിതൻ, ഒരു ജൂയിഷ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പറയുന്ന ഒരു മതപണ്ഡിതനാകുമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ ഷിക്കാഗോ നഗരത്തിലെ തെരുവുകളിലെ കാഴ്ചകളിലാണ് ബെല്ലോയ്ക്ക് കമ്പം കയറിയത്. പരന്ന വായന ആ ബാലന് വലിയ ഹരമായിരുന്നു. അങ്ങനെ 17-ാം വയസ്സിൽ ബെല്ലോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആയിട്ട് അദ്ദേഹം പ്രശസ്ത സാഹിത്യകാരന്മാരായ ഇബ്സൻ, ബർണാഡ് ഷാ തുടങ്ങിയ പ്രശസ്ത സാഹിത്യകാരന്മാരുടെ ആരാധകനായി മാറി. പക്ഷെ ക്ലാസ്സുകളിൽ ധനതത്വശാസ്ത്രം പഠിക്കുന്നതിനേക്കാൾ അദ്ദേഹം നാടകങ്ങൾ വായിച്ചു തീർക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ഇക്കണോമിക്സ് എടുത്തപ്പോഴും അദ്ദേഹത്തിന് ഇക്കണോമിക്സ് പഠിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യുന്നു, വലിയ താല്പര്യം കിടന്നിരുന്നത് വലിയ വലിയ സാഹിത്യകാരന്മാരുടെ നാടകങ്ങൾ വായിച്ചു തീർക്കുന്നത്. കവിതകളിലും അദ്ദേഹം സശ്രദ്ധം വായിച്ചു. അതാണ് മറ്റൊരു കാര്യം. ഇനി അദ്ദേഹം കണ്ണടയ്ക്കുമ്പോൾ പൂള്, പിങ് പോങ് തുടങ്ങിയ കളികളിലും അദ്ദേഹം രസം കണ്ടെത്തി. അങ്ങനെ തികഞ്ഞ ഭൗതികാസക്തിയുടെ തലസ്ഥാനമായിരുന്ന ഷിക്കാഗോ നഗരം സോൾബെല്ലോയെ തീർത്തും നിരാശപ്പെടുത്തി. അത് കശാപ്പ് ശാലകൾ ഒരു വശത്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുച്ചറിങ് ഹൗസ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാംസാഹാരം വേണം. അവർ അങ്ങനെ മാംസാഹാര പ്രിയരാണ് അമേരിക്കക്കാർ. ഉരുക്ക് നിർമ്മാണ ഫാക്ടറികൾ, അതൊക്കെ നിറഞ്ഞ ഒരു വലിയ മഹാനഗരമാണ് ഷിക്കാഗോ. ആ മഹാനഗരത്തിൽ സാംസ്കാരികമായ ഒരു കൾച്ചറലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുമായിരുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഏറെ ഉൽപാദനക്ഷമതയും ഉത്സാഹവും സ്വാതന്ത്ര്യവും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നുള്ള മോചനവും അമേരിക്കയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ നമുക്ക് പറയാം. പക്ഷേ സാംസ്കാരിക കാര്യങ്ങളിൽ തികഞ്ഞ പാപ്പരത്തമായിരുന്നു അമേരിക്കയുടെ കൈമുതൽ. ഒരു തരത്തിലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു കോൺട്രിബ്യൂഷനും അമേരിക്ക നൽകിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കാര സമ്പന്നമായ രാഷ്ട്രങ്ങൾക്കൊക്കെ ഒരു ദോഷമുണ്ട്. കാലക്രമത്തിൽ അവ തരംതാണ് സാർവദേശീയ സമീപനത്തിലേക്ക് അങ്ങ് നീങ്ങും. അതത് രാഷ്ട്രങ്ങളുടെ തനത് സാംസ്കാരിക പൈതൃകങ്ങൾ മറന്ന് അന്തർദേശീയമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുമ്പോൾ പഴയകാല സങ്കല്പങ്ങൾ പലതും തിരുത്തി കുറിക്കേണ്ടതായി വരും. പഴയ പുസ്തകങ്ങൾ പുതിയ വെളിച്ചത്തിൽ വായിക്കേണ്ടി വരും. അതാണ് പറഞ്ഞു വരുന്നത്. ബുദ്ധിജീവികളും അവയുടെ രചനകളും വാസ്തവത്തിൽ നമ്മെ കാര്യമായി സഹായിക്കുന്നില്ല എന്നാണ് ഇവിടെ അദ്ദേഹം പറയുക. അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം, പക്ഷെ അവരെഴുതിയ കാര്യങ്ങൾ ഉണ്ടാവാം, ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ കാര്യമായി സഹായിക്കില്ല എന്ന് സോൾബെല്ലോ പറയുകയാണ്. ഇനി അതായത് കുറെ അമൂർത്തമായ സങ്കല്പങ്ങളുടെ മരുഭൂമിയിലേക്കാണ് ഇതൊക്കെ നമ്മൾ നടത്തുക. സത്യത്തെ മറയ്ക്കുന്ന ചില അഭിപ്രായങ്ങളും ഫോർമുലകളുമാണ് അവർ നമുക്ക് കാട്ടിത്തരിക. അവരുടെ ആധികാരിക വിശദീകരണങ്ങൾ സഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അവർക്ക് ഈ ബുദ്ധിജീവികളുടെ പല വിശദീകരണങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും എന്നുകൂടി സോൾബെല്ലോ പറയുന്നു. ജീവിതം ഒരു പുസ്തകത്തിന്റെ താളുകളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നത് വാനമ്പാടിയെ കൂട്ടിലടയ്ക്കുന്നത് പോലെ അർത്ഥശൂന്യമായ പ്രവൃത്തിയാണെന്ന് കാഫ്ക അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. യഹൂദ അമേരിക്കൻ സങ്കര സന്തതിയാണ് താൻ എന്ന് യൂറോപ്യൻ നിരൂപകന്മാർ പലപ്പോഴും തന്നെപ്പറ്റി അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും സോൾബെല്ലോ പറയുന്നു. വായിച്ചിട്ടുള്ള തത്വചിന്തകന്മാരുടെയും കവികളുടെയും എല്ലാം ഉദ്ധരണികൾ അവിടെയും ഇവിടെയും കുത്തിത്തിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് താൻ. ഒരു വിമർശനം അങ്ങനെയാണ്. എന്നാൽ വാസ്തവത്തിൽ താൻ മറ്റേതൊരു ആധുനിക എഴുത്തുകാരനെയും പോലെ സ്വയം പഠിച്ച ഒരു സാഹിത്യ കുതുകിയാണ്. തന്നെത്താനെ സെൽഫ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ടോട്ട് ആയിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറയുകയാണ്. പക്ഷേ സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്, സാഹിത്യത്തിൽ എനിക്ക് വലിയ കൗതുകമുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. അമേരിക്കൻ വായനക്കാർക്കാണെങ്കിൽ തന്റെ രചനകളിലെ വിദേശ ചുവ തീരെ അങ്ങ് പിടിക്കുന്നില്ല. പഴയകാല സാഹിത്യകാരന്മാരെ താൻ കൂട്ടുപിടിക്കുന്നത് തനിക്ക് തലക്കനമാണ്, താനൊരു കാപട്യക്കാരനാണ് എന്നൊക്കെ അവർ നിറയെ ആരോപണങ്ങൾ സോൾബെല്ലോയ്ക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിവേദ്യമാണ് ഒരു സാഹിത്യരചന. അത് എല്ലാ ദൈവങ്ങളും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അതിന്റെ പ്രാധാന്യം ഇന്ന് മനസ്സിലാക്കാത്തവർ ഒരുപക്ഷെ പിന്നീട് ഒരിക്കൽ മനസ്സിലാക്കിയെന്നും വന്നേക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമകാലീനർക്ക് വേണ്ടി മാത്രമല്ലല്ലോ നാം എഴുതുന്നത്. നമ്മൾ ഇനി നാളെ ഭാവി വരുന്ന തലമുറയും കൂടി നമ്മുടെ പുസ്തകങ്ങൾ വായിച്ച് ഹരം കൊണ്ടേക്കാം എന്നുവരെ വിചാരിച്ച് സ്വയം ആശ്വസിക്കാനായിട്ട് സോൾബെല്ലോയ്ക്ക് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ തന്റെ യഥാർത്ഥ വായനക്കാർ ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലായിരിക്കാം എന്നും സോൾബെല്ലോ പറയുന്നു. വിദ്യാസമ്പന്നനായ അമേരിക്കക്കാരനെ കളിയാക്കുന്നതിൽ താൻ രസം കണ്ടെത്താറുണ്ട്. ഹെർസോഗ് എന്ന നോവൽ അത്തരമൊരു രചനയാണ്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറൽ ഗവേഷണ ബിരുദം എടുത്ത ഒരാൾ തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവന്റെ കൂടെ പോകുമ്പോൾ തകർന്നു പോകുന്നുണ്ട്. ഹെർസോഗ് എന്നാണ് കഥാനായകന്റെ പേര്.
അതാണ് ഈ നോവലിലെ കഥയുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. കോപാകുലനായ ഇയാൾ തന്റെ പരിചയക്കാർക്കും തന്റെ അറിവിന്റെ ലോകം സമ്പന്നമാക്കി എല്ലാ പ്രതിഭാശാലികൾക്കും തന്റെ ദുഃഖവും ക്ഷോഭവും പരിഹാസവും എല്ലാം ചേർന്ന കത്തുകൾ അയക്കുന്നു. അതാണ് നോവലിലെ ഒരു പ്രധാന സംഭവം. മെയിൻ ഇതിവൃത്തം എന്ന് പറയുന്നത്, മെയിൻ തീം എന്ന് പറയുന്നത്. അർത്ഥമില്ലായ്മ, ഇതിലൊരു കാര്യമില്ലാന്ന് അയാൾക്കറിയാം. തന്റെ ജീവിതത്തിലെ പ്രശ്നം തന്റെ മാത്രം പ്രശ്നമാണ്. അതിന് താൻ വായിച്ച പുസ്തകങ്ങള് എഴുതിയ ആൾക്കാരൊന്നും ഒരു കുറ്റക്കാരല്ല. ഇത് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പക്ഷേ ഹെർസോഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഹിസ്റ്ററി പ്രൊഫസർ, അദ്ദേഹം ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. പക്ഷെ അദ്ദേഹം വളരെ അലയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഹെർസോഗിനെ കുറിച്ചുള്ള ഈ നോവൽ വളരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പെഡൻട്രി ആണ്, അല്ലെങ്കിൽ പാണ്ഡിത്യ ശകലമാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. വിമർശനം ഏറെയുണ്ട് ഈ ഹെർസോഗ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച്. പ്രധാന കഥാപാത്രമായ ദുഃഖിതനും കോമാളിയുമായ ചരിത്ര പ്രൊഫസറോട് ഏറെ സഹതാപം ഒരു വശത്ത്. നീണ്ട പാണ്ഡിത്യം നിറഞ്ഞ കത്തുകൾ അയാള് എഴുതുന്നുണ്ട്. എന്നിട്ട് മിക്കവാറും അദ്ദേഹത്തിന്റെ ആ കത്തുകളൊക്കെ ഈ നോവലില് അവിടെ പ്രിന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ കത്തുകളൊക്കെ എഴുതിയത് തന്റെ ജീവിതത്തിൽ വാരിയിട്ടേച്ച് പോയതിന്റെ പരാതികള്, വേദനകളൊക്കെയാണത്. അതൊക്കെ ഒരുപാട് അയാൾക്കറിയാവുന്ന ആളുകളോടൊക്കെ അദ്ദേഹം കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പാണ്ഡിത്യം നിറഞ്ഞ കത്തുകൾ മിക്ക ആൾക്കാർക്കും, വായനക്കാർക്ക് ആ മനുഷ്യനോട് സഹതാപം തോന്നിയെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. താൻ ആ നോവലിലൂടെ പൊള്ളയായ പാണ്ഡിത്യ പ്രദർശനത്തെ വാസ്തവത്തിൽ കളിയാക്കുകയായിരുന്നു എന്ന കാര്യം പോലും അത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറയണം. അസ്വസ്ഥനായ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒന്നും തന്നെ ചെയ്യാനാവില്ല എന്ന കാര്യമാണ് ആ നോവലില് താൻ ഊന്നി പറഞ്ഞത് എന്നും സോൾബെല്ല പറയുന്നു.